ഉറുദു പദ്യം ചൊല്ലലിൽ പാലക്കാടിന് വേണ്ടി 5 പോയിന്റ് നേടിക്കൊടുത്ത ഒരു മിടുക്കിയാണ് ഇന്ന് സി മലയാളം ന്യൂസിനോട് ചേർന്നിട്ടുള്ളത്. നമസ്കാരം, പേരെന്താണ്? ദിയ. ദിയ. ഓക്കെ. അപ്പോൾ പാലക്കാട് ഇപ്പോൾ നിലവിൽ കുറച്ച് പിന്നിലാണ്. സാധാരണ കോഴിക്കോടിനോട് ഇഞ്ചോടിഞ്ച് നിൽക്കുന്നതാണ്. അപ്പോൾ പാലക്കാടിന് വേണ്ടി ഒരു 5 പോയിന്റ് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ഞങ്ങൾ ഇന്ന് പിടിക്കും. ഇന്ന് തിരിച്ചു പിടിക്കും. പിടിക്കും. ഓക്കെ. അപ്പോൾ എന്ത് തോന്നുന്നു ഈ 5 പോയിന്റ് നേടിക്കൊടുത്തത് ജില്ലയ്ക്ക് വേണ്ടി? കഴിഞ്ഞ വർഷം ഇതേപോലെ വരാൻ പറ്റി, ഈ വർഷം വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ടീച്ചറാണ് ഇങ്ങനെ ഒരു ഉറുദു പദ്യം എന്നുള്ള ഒരു ഇതിലേക്ക് എന്നെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെയൊന്നും വരില്ല. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ കൊല്ലവും ഇപ്പോൾ എ ഗ്രേഡ് കിട്ടിയോ? കഴിഞ്ഞ കൊല്ലം എ ഗ്രേഡ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ കുട്ടിയെ മത്സരത്തിന് വേണ്ടി എല്ലാം സജ്ജീകരിച്ച് അടിപൊളിയാക്കി എടുത്ത ടീച്ചറാണ്. ടീച്ചർ പേരെന്താണ്? എൻ്റെ പേര് അർച്ചന. അർച്ചന. ഓക്കെ. ഏത് സ്കൂളാണ്? ഞാൻ അവള് പഠിക്കുന്നത് ഈ സ്കൂളിലാണ്. ഞാൻ മാത്സ് ടീച്ചറാണ് അവളുടെ. ഓക്കെ. അപ്പോൾ മാത്സ് ടീച്ചർ, അതും ഉറുദു കവിത, അതും തമ്മിലൊരു കോമ്പിനേഷൻ, അത് എങ്ങനെയാണ്? ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഉറുദു പദ്യത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ 3 വർഷവും സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 വർഷം എനിക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. അതേ കവിത ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഒരു തവണ സ്റ്റേറ്റിൽ പയറ്റി വിജയിച്ച അതേ കവിത തന്നെ, എന്താ ആ ആയുധം തന്നെ ശിക്ഷയ്ക്ക് കൈമാറി. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് കുട്ടി ഈ ഉറുദു എന്ന് പറയുന്ന ലാംഗ്വേജ് തന്നെ ഇപ്പോൾ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഉറുദു എന്ന ലാംഗ്വേജ് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇതിനു വേണ്ടി ഞാനും പോയി മലപ്പുറത്ത് പോയി പഠിച്ചതാണ് ഈ കവിത. അപ്പോൾ ആ കവിത ഞാൻ അതേപടി അവൾക്ക് അക്ഷരങ്ങളൊന്നും തെറ്റില്ലാതെ തന്നെ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ ഉറുദു കവിത അതിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി? മറ്റ് ഇതിൽ നിന്ന് എന്താണ് ഒരു വ്യത്യസ്തത മാറി നിൽക്കുന്നത് ഇതിന്? വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇതിൽ ശരിക്കും ഈ കവിത ഞങ്ങൾ പാടിയ കവിതയുടെ ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇതിൽ തന്നെ വ്യത്യസ്തത എന്ന് പറയാൻ. സ്ത്രീ എന്ന സബ്ജക്റ്റാണ് ഈ കവിതയുടെ മെയിൻ ആയിട്ടുള്ള തീം. സ്ത്രീ ശാക്തീകരണമാണ്. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ ഞാൻ പാടുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിലാണെങ്കിലും സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ പ്രസക്തി ഒട്ടും മാറുന്നില്ല. അപ്പോൾ ആ വിഷയം എന്നും നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പവർഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കവിത. ഇത്രയും ഒരു മാത്സ് ടീച്ചർ ആയിരിക്കെ എങ്ങനെയാണ് ഈ ഇപ്പോൾ ശിക്ഷയ്ക്ക് ഈ ഒരു ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായത്? അത് ഞാൻ സ്കൂൾ കലോത്സവത്തിൽ ഇവള് വേറെ മലയാള പദ്യമൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ട് അവളുടെ സൗണ്ട് ഇതിന് സ്യൂട്ട് ആവുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവൾക്ക് പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തത്. ഓക്കെ. എങ്ങനെ ടീച്ചർ സ്ട്രിക്റ്റ് ആയിരുന്നോ? മാത്സ് ക്ലാസ്സിലൊക്കെ സ്ട്രിക്റ്റ് ആണ്. അല്ല, ഇതില് കവിതയുടെ കാര്യത്തിൽ അല്ല, പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ പാടുമ്പോൾ തെറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചർ അത്രയും ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായി പറഞ്ഞു തന്ന് അങ്ങനെ ശരിയായി വന്നതാണ്. ഓക്കെ. കുട്ടിയുടെ രക്ഷകർത്താക്കളും ഇവിടെയുണ്ട്. നമുക്ക് അവരുടെ അടുത്തും കൂടെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് മകൾക്കിപ്പോൾ ഒരു 5 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്, ജില്ലയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ സാധിച്ചു. എ ഗ്രേഡ് ആണ്. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും വളരെ സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. കാരണം ഇതിന് സഹായിച്ച എല്ലാവരോടുള്ള നന്ദി പറയാനും കൂടി അവസരം ഉപയോഗിക്കുകയാണ്. കാരണം സംസ്ഥാന തലം വരെ എത്തുക, കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് എത്തി, പ്രാവശ്യം കൊല്ലം എത്തി. ദൈവാനുഗ്രഹങ്ങളിൽ അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവരോടുള്ള നന്ദി അറിയിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഓക്കെ. എന്ത് തോന്നുന്നു ഇപ്പോൾ 2 ജില്ലകളിൽ നിന്നും ഇപ്പോൾ എ ഗ്രേഡ് കിട്ടി? എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി നമ്മൾ ഇതിനൊക്കെ ഇവരെ ഒരുക്കുന്ന നല്ല ദൈവത്തിനാണ് നമ്മൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. അവരിലുള്ള കഴിവുകൾ കണ്ടെത്താനായിട്ട് ദൈവം ഓരോരുത്തരെ നിയോഗിക്കുകയാണല്ലോ. അങ്ങനെ അപ്പോൾ അത് ടീച്ചറിലൂടെ അത് നമുക്ക് നേടാൻ കഴിഞ്ഞല്ലാതെ ഒരിക്കലും നമ്മൾ ഉറുദു എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഒരിക്കലും ഞങ്ങൾ പാരൻസായിട്ടൊരു പക്ഷേ ചിലപ്പോൾ മുന്നോട്ട് പോരില്ലായിരുന്നു. അതിലേക്ക് നമ്മൾ മലയാളം, ലളിതഗാനം അങ്ങനെയുള്ള മേഖലകളിലേക്ക് നിൽക്കുള്ളായിരുന്നു. അപ്പോൾ ഉറുദു പദ്യം എന്ന ഒരു മേഖലയിലേക്ക് അത് ടീച്ചർ അർച്ചന ടീച്ചർ തന്നെയാണ് അതിന് ശരിക്കും നമ്മളെ അതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ അവളുടെ പാടി കേട്ട് പഠിച്ച് ഇപ്പോൾ ഇവനും അതിലേക്ക് വരുന്നു എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്രാവശ്യം അവനും ജില്ലാതലത്തിൽ മത്സരിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ അനിയനും ഉറുദു പദ്യം ചൊല്ലൊരു ബിരുദം തന്നെയാണ്. അപ്പോൾ എങ്ങനെ ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു അല്ലേ? ജില്ലയിൽ സെക്കൻഡ് ആയിരുന്നു. എന്താ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ്? ഞാൻ 6th. എങ്ങനെയുണ്ട് ഇപ്പോൾ? ചേച്ചി തന്നെയായിരുന്നോ ഇൻസ്പിറേഷൻ? എങ്ങനെയുണ്ട് പഠിച്ചെടുക്കാൻ? എങ്ങനെ എളുപ്പമായിരുന്നോ പാടായിരുന്നോ? ചേച്ചിയുടെ കൂടെ ആയിരുന്നോ പഠിച്ചത്? ചേച്ചിയുടെ കൂടെ ആയിരുന്നു പഠിച്ചത്. പിന്നെ അവള് നല്ല കറക്റ്റായിട്ട് പഠിപ്പിച്ചു തന്നുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 2 പാട്ടും ഒരേ പാട്ട് തന്നെയാണോ 2 പേര് പാടിയത്? അപ്പോൾ 2 പേരും കൂടെ ആ പാട്ടൊന്ന് പാടാമോ? ഓക്കെ. എന്നാൽ 3 പേരും കൂടെ ആയിക്കോട്ടെ. शररे जंग है
और इश्क हम आवाज़ों हम आहंग है आज जिसमें जलता हूँ उसी आग में जलना है तुझे उठ मेरी जान मेरे साथ ही चलना है तुझे उठ मेरी जान मेरे साथ ही चलना है तुझे. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെ ഇത് 3 പേരും ഒന്നിച്ച് പ്രസൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവർക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. സി മലയാളം ന്യൂസിന് വേണ്ടി രജീഷ് നരിക്കുനിക്കൊപ്പം അജയ് സുധാപിച്ചു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.